മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം താരങ്ങളിൽ ഒരാളാണ് ജിഷിൻ മോഹൻ. സഹനടനും നായകനുമായി മാത്രമല്ല വില്ലത്തരവും വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു. അഭിനയത്തിലെ മാത്രമല്ല ജീവിതത്തിലെ കാര്യങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. പരദ്യമായുള്ള പ്രണയവും വിവാഹവും വേർപിരിയലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. വിവാഹമോചനത്തിൻ്റെ യാഥാർത്ഥ്യ കാരണത്തെക്കുറിച്ച് ഇരുവരും പ്രതികരിക്കാറില്ല. തങ്ങളുടേതായ രീതിയിൽ മുന്നേറുകയാണ് ഇരുവരും. മാസങ്ങൾക്ക് മുമ്പായിരുന്നു ജിഷിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടായി അമ്മയെ എത്തിയത്. ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വന്നപ്പോൾ മുതൽ ഇരുവരും പ്രണയത്തിലാണെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. പ്രണയദിനത്തിലായിരുന്നു ഇവർ പ്രണയം പരസ്യമാക്കിയത്. സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പരസ്പരം മനസ്സിലാക്കിയാണ് ഒന്നിക്കാൻ തീരുമാനിച്ചത്. സൗഹൃദത്തിനും അപ്പുറം ഒരു ആത്മബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കിടയിൽ ഞാൻ കാരണമല്ല ജിഷിന് വിവാഹമോചനായതെന്നും അമ്മയെ പറയുന്നു. ഡൈവോഴ്സിന് ശേഷമുള്ള ഒറ്റപ്പെടലിൽ ലഹരി വരെ ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്ന് കരകയറിയത് അമ്മയുടെ വരവോടെയാണെന്ന്. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് സന്തോഷത്തോടെ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് തന്നെ പുള്ളിക്കാരി വന്നതിന് ശേഷമാണ് തൻ്റെ സിംഗിൾ മദർ ജീവിതം അവസാനിച്ചു എന്നായിരുന്നു ജിഷിനൊപ്പം ഒന്നിച്ചതിനെക്കുറിച്ച് അമ്മയെ പറഞ്ഞത്. എന്തിനാണ് അമ്മ ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്ന് മക്കൾ വരെ ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ നടനെന്ന ഭാവമൊന്നും ഇല്ലാത്ത ആളാണ് ജിഷിൻ. അടുക്കളയിലൊക്കെ സഹായിക്കാൻ വരാറുണ്ടെന്നും അമ്മയെ പറഞ്ഞിരുന്നു. താൻ വെജിറ്റേറിയൻ ആണെന്നും പുറത്തൊക്കെ പോകുമ്പോൾ ചില സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടി പോയിട്ടുണ്ടെന്നും ജിഷിൻ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് സീസൺ 7 മത്സരിച്ചപ്പോഴും ഫുഡിനായി ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നോൺ വെജ് ഉണ്ടാക്കിയ പാത്രത്തിലൊക്കെ ഫുഡ് വെച്ച് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ കണ്ട സമയത്താണ് കഴിക്കാതെ മാറിയിരുന്നത്. എന്നാൽ അനുമോൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് താൻ കഴിക്കാതെ ഇരുന്നതെന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടു. കാര്യം അറിയാത്തതാണ് അവരെല്ലാം അനുവിനെ വിമർശിക്കുന്നതെന്നായിരുന്നു ജിഷിൻ്റെ മറുപടി. ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്തത് പലരും പറയുന്നത് കേട്ടിട്ടും എൻ്റെ കൂടെ നിന്നവളാണ് അമ്മയ്യ. നാശത്തിൻ്റെ പഴുതിക്കിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയവൾ. എൻ്റെ തെറ്റായ പല ചിന്താഗതികളെയും മാറ്റിമറിച്ചവൾ. തെറ്റുകുറ്റങ്ങൾ പുറത്ത് ക്ഷമിച്ച് സഹിച്ച് കൂടെ നിൽക്കുന്നവൾ. ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളിൽ കൂട്ടുചേരാൻ ഇവളും നമ്മുടെ അമ്മിണി എന്നുമായിരുന്നു ജിഷിൻ കുറിച്ചത്. ആദ്യം ജിഷിനെ തനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് അമ്മയെ പറഞ്ഞിരുന്നു. എല്ലാവരും പറയുന്നത് കേട്ട് ഞാനും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ആ ഇഷ്ടക്കേടുകൾ മനസ്സിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ സ്വഭാവമെന്നും അദ്ദേഹം പറഞ്ഞത്. ആ തുറന്നു പറച്ചിൽ എനിക്കിഷ്ടമായി. തന്നെക്കുറിച്ചുള്ള മോശം കാര്യങ്ങളെല്ലാം തുടക്കത്തിലേ എന്നോട് പറഞ്ഞിരുന്നു. നെഗറ്റീവ് സൈഡാണ് ആദ്യം കണ്ടതും മനസ്സിലാക്കിയതും. അതങ്ങനെയാണ് പോസിറ്റീവായി മാറിയതെന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ അദ്ദേഹത്തിന് പോസിറ്റീവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ആ സ്വഭാവം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വഴക്കുകളൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ മാറാറുമുണ്ട് എന്നായിരുന്നു അന്ന് അമ്മയെ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.